കർപ്പൂരി ഠാക്കൂറിന് ആദരമർപ്പിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോദയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന NDA ബീഹാറിൽ അധികാരത്തിൽ തുടരുമെന്ന് മോദി പറഞ്ഞു. അഴിമതി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി കടന്നാക്രമിച്ചും വികസന നേട്ടങ്ങൾ നിരത്തിയുമായിരുന്നു മോദിയുടെ പ്രസംഗം. आप मुझे बताइए, अगर जंगल राज वालों की सरकार होती तो क्या आपके पैसे आपके खाते तक पहुंच पाते? क्या आपके पैसे बीच में ही चोरी हो जाते कि नहीं हो जाते? उनके तो एक प्रधानमंत्री कहते थे 1 रुपया निकलता था, सिर्फ 15 पैसा पहुंचता था। वो कौन सा पंजा था जो 85 पैसे घिस लेता था? आपके पैसे आपको मिलते रहे, इसके लिए बिहार में NDA सरकार जरूरी है। अक्टूबर महीना ही था जब बिहार ने जंगल राज से मुक्ति पाई थी। नीतीश जी के नेतृत्व में NDA का सुशासन शुरू हुआ था, लेकिन उस दौर में 10 साल तक केंद्र में कांग्रेस RJD की सरकार रही। कांग्रेस RJD ने नीतीश जी के सामने भांति भांति के रोड़े अटकाए। बिहार का नुकसान करने में दिल्ली में बैठी हुई कांग्रेस और RJD की सरकार ने 10 साल तक कोई कमी नहीं रखी थी। RJD बिहार के आप लोगों से बदला लेती रही कि आपने नीतीश जी को वोट क्यों दिया, नीतीश जी की सरकार क्यों बनाई। हालात तो ये थी कि ये RJD वाले कांग्रेस को आए दिन धमकाते थे, धमकी देते थे कि अगर बिहार में आपने नीतीश जी की एक भी बात मानी, भाजपा NDA की एक भी बात मानी, बिहार में अगर कोई प्रोजेक्ट दिया तो फिर RJD कांग्रेस का समर्थन तोड़ देगी और सरकार गिर जाए, ऐसे डराते थे। साथियों, नीतीश जी ने स्वर्गीय सुशील मोदी जी, स्वर्गीय रामविलास पासवान जी और आज हमारे जीतन राम मांझी जी, उपेंद्र कुशवाहा जी, भाई चिराग, सबके साथ मिलकर പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗോദയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കർപ്പൂരി ഠാക്കൂറിനും ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു മോദിയുടെ ഇന്നത്തെ സന്ദർശനത്തിന്റെ തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി കാർത്തിക് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, കാര്യം വ്യക്തമാണല്ലോ. OBC വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തുടക്കം തന്നെ മോദി കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മസ്ഥലത്ത് നിന്ന് തന്നെയാണല്ലോ പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ്, ബീഹാറിൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ശേഷിക്കെ പ്രചരണം ചൂടുപിടിക്കുകയാണ്. NDA ക്യാമ്പിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകാൻ മോദി തന്നെ ഇന്ന് ബീഹാറിലെത്തി. സമസ്തിപൂരിലായിരുന്നു ആദ്യ റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഈ റാലിയിൽ പ്രധാനമായും RJD കാലഘട്ടത്തിലെ അഴിമതിയും ഒപ്പം നിതീഷ് കുമാറിന്റെ കാലഘട്ടത്തിലെ വികസനവും ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം തന്നെ ജാതി രാഷ്ട്രീയം നിർണായകമായ ബീഹാറിൽ ജാതി വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ പ്രധാനം കർപ്പൂരി ഠാക്കൂറിന്റെ പൈതൃകം തട്ടിയെടുക്കാൻ ചിലർ ശ്രമം നടത്തുന്നു, അതിനോട് ജനങ്ങൾ പൊറുക്കില്ല എന്ന് മോദി പറഞ്ഞു. കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മസ്ഥലമായ ഗ്രാമത്തിൽ എത്തി അവിടുത്തെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം സന്ദർശിച്ച ശേഷമാണ് സമസ്തിപൂരിൽ അദ്ദേഹം റാലിയെ അഭിസംബോധന ചെയ്തത്. ഈ റാലിയിലാണ് കർപ്പൂരി ഠാക്കൂർ തനിക്ക് ഊർജം, തനിക്ക് ഇൻസ്പിറേഷനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സ്വാഭാവികമായും പിന്നോക്ക വിഭാഗങ്ങളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു കർപ്പൂരി ഠാക്കൂർ. ആ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രഖ്യാപനം. മാത്രമല്ല OBC കമ്മീഷൻ അടക്കം
NDA സർക്കാർ കൊണ്ടുവന്ന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ RJDയുടെ കഴിഞ്ഞകാല ഭരണത്തെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. ഇന്നും അത് ആവർത്തിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജംഗിൾ രാജ് ഭരണം തിരിച്ചു കൊണ്ടുവരാൻ ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അവർ ഇനി ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹം RJDയെ കടന്നാക്രമിച്ചു. ഒപ്പം കോൺഗ്രസിനെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഭരണഘടന കയ്യിൽ കൊണ്ടു നടക്കുന്ന ചിലർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അവരെ മിസ്ലീഡ് ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അങ്ങനെ RJDയെയും കോൺഗ്രസിനെയും ഒരുപോലെ കടന്നാക്രമിക്കുന്നതിനൊപ്പം നിതീഷ് കുമാറിൻ്റെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറയാനും അദ്ദേഹം ഈ അവസരം ഉപയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാസഖ്യം ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആയിരിക്കും, അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്തുകൊണ്ട് BJP നടത്തുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ഈ പ്രസംഗത്തിലുടനീളവും ബീഹാറിൽ നിലവിൽ ഭരിക്കുന്ന സർക്കാർ തുടരുമെന്നും നിതീഷിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരും വർഷങ്ങളിലും തുടരും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. പക്ഷെ അപ്പോഴും NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് നിതീഷ് കുമാർ ആണ് എന്ന് ഔദ്യോഗികമായി മോദി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ്. അത്തരത്തിലൊരു മറുപടി മഹാസഖ്യം പ്രതീക്ഷിച്ചു. മറുവശത്ത് മഹാസഖ്യത്തിൻ്റെ പ്രചരണ ക്യാമ്പും സജീവമാവുകയാണ്. 27-ന് ദേശീയ നേതാക്കൾ അവിടേക്ക് എത്തുന്നു. ഖർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ എത്തും. 28-ന് തെരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കും. ഈ മാനിഫെസ്റ്റോയിൽ ജനപ്രിയ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിൽ 500 രൂപയ്ക്ക് LPG സിലിണ്ടർ, 200 യൂണിറ്റിന് താഴെ സൗജന്യ വൈദ്യുതി, അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തുക, ഓരോ വീട്ടിലെയും ഒരാൾക്ക് സർക്കാർ ജോലി എന്നതടക്കമുള്ള ജനപ്രിയ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനം. എന്തായാലും പ്രചരണ രംഗം ചൂടുപിടിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ബഹുസറയിലും ഒരു പൊതുറാലിയിൽ മോദി പങ്കെടുക്കുന്നുണ്ട്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നഡ്ഡ അടക്കമുള്ളവർ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയവും. മഞ്ജുഷ്. ശരി കാർത്തിക്.